ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അൺബിലീവബിൾ, റിഡിക്കുലസ്, ബ്രീത്ത് ടേക്കിംഗ്, സ്കിൻ ഡിലൈറ്റിംഗ്, വണ്ടർഫുൾ. യെസ്, ഇതിനും കൂടുതൽ പൊലിപ്പിച്ച് പറയാൻ എനിക്കറിയില്ല ഗൈസ്. അതെ, എന്തൊരു പ്രകടനമാണ് വൈഭവ് സൂര്യവംശി എന്ന 14 വയസ്സുകാരൻ നടത്തിയിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസ് തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിനെ വലിച്ചുകീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാമല്ലോ, വിജയത്തിന് തൊട്ടടുത്തെത്തിക്കൊണ്ട് പലതവണ കാലിടറിയ രാജസ്ഥാൻ റോയൽസിന്റെ ഈ ഒരു ആധികാരിക വിജയം IPL കണ്ടപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് കോരിത്തരിക്കുന്ന മനോഹര നിമിഷമാണ് 14 വയസ്സുകാരൻ സമ്മാനിച്ചത്. അതെ, എന്തൊരു അഴിഞ്ഞാട്ട പെർഫോമൻസ് ആയിരുന്നു അത്. RRന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ കത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു. സായ് സുദർശൻ 39 റൺസ്, ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ 50 പന്തുകളിൽ 84 റൺസിന്റെ സംഭാവന നൽകിയിട്ടുണ്ട്. ബട്ട്ലർ 26 പന്തുകളിൽ 50 റൺസ്. തീർച്ചയായിട്ടും 210 റൺസ് വിജയലക്ഷ്യം RRന് മുമ്പിൽ GT മുന്നോട്ട് വെച്ചപ്പോൾ അതെ, ഈ ഒരു മത്സരവും RR തോറ്റു എന്ന് പലരും മുൻ വിധി എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെറും 15.5 ഓവറിൽ 8 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത്. 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് തന്നെയാണ് IPL ആരാധകർക്ക് കാണാൻ സാധിച്ചതും. ഒപ്പം എടുത്തു പറയണം ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ്. ജയ്സ്വാൾ ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും 50+ സ്കോർ ചെയ്തുകൊണ്ട് RRന് വേണ്ടി പൊളിച്ചെടുക്കുകയാണ്. ഏതായാലും 38 പന്തുകളിൽ 7 ഫോറുകളും 11 സിക്സറുകളും ഉൾപ്പെടെ 101 റൺസാണ് യുവതാരം വൈഭവ് സൂര്യവംശി അടിച്ചുകൂട്ടിയത്. ഒന്നാം വിക്കറ്റിൽ 166 റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു യുവതാരം മടങ്ങിയിട്ടുള്ളതും. നിരവധി റെക്കോർഡുകൾ കടപുഴക്കിയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു അത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. ഗൈസ്, വീഡിയോ തുടരും മുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതെ പരിഗണിക്കാനും മറക്കല്ലേ. വീഡിയോ തുടരാം. നമ്മളിൽ പലരും IPL ആദ്യ സീസൺ കണ്ടു തുടങ്ങുമ്പോൾ ഈ ഒരു വൈഭവ് സൂര്യവംശി ജനിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ അതേ IPL വന്നുകൊണ്ട് ചരിത്രത്തിലെത്തുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 2ാമത്തെ സെഞ്ചുറിയാണ് ചക്കൻ അടിച്ചുകൂട്ടിയതും. സൂര്യവംശിയുടെ വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണൻ എടുത്തതിന് ശേഷം അദ്ദേഹം സെലിബ്രേറ്റ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സർവ്വ താരങ്ങളും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു മനോഹര കാഴ്ചയും നമ്മൾ കണ്ടു. യെസ്, ദിസ് ഈസ് ക്രിക്കറ്റ്, ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്രിക്കറ്റ്. ഡഗ്ഔട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും കോച്ച് രാഹുൽ ദ്രാവിഡും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയേഴ്സും ഒക്കെ തന്നെ ഈ ഒരു 14-കാരന് വേണ്ടി കൈയടിക്കുന്ന കാഴ്ചകൾ എത്ര മനോഹരമായിരുന്നു. അതെ, തീർച്ചയായിട്ടും 8ാം ക്ലാസ്സിലെ കൊല്ലപരീക്ഷയും എഴുതിക്കൊണ്ട് സ്കൂൾ വെക്കേഷൻ ടൈമിൽ ചെക്കൻ 35 പന്തുകളിൽ ഒരു സെഞ്ചുറി അടിച്ചിട്ടാണ് IPL ചരിത്രം കുറിച്ചിരിക്കുന്നത്. 15.5 ഓവറിൽ RR വിജയം സ്വന്തമാക്കുമ്പോൾ സിക്സർ പറത്തിക്കൊണ്ട് ടീമിനെ 212 റൺസിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് വിജയ റൺസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ജയ്സ്വാൾ 40 പന്തുകളിൽ 70 റൺസുമായി നോട്ട് ഔട്ടായി നിന്നു. അതേപോലെ ക്യാപ്റ്റൻ പരാഗ് 15 പന്തുകളിൽ 32 റൺസിന്റെ മികച്ച സംഭാവനയും നൽകി. ടേബിൾ ടോപ്പേഴ്സായി നിന്ന ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ്, അതും മാരക ഫോമിൽ കളിച്ചിരുന്ന GTക്കെതിരെയാണ് രാജസ്ഥാൻ റോയൽസ് ഇമാതിരി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. യെസ്, ഈ ഒരു കംബാക്ക് ഒരല്പം വൈകി പോയില്ല എന്നതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് ടേബിളിൽ SRHനെ മറികടന്നുകൊണ്ട് 8ാം സ്ഥാനത്തേക്ക് ചെറിയൊരു കുതിപ്പ് നടത്താൻ RRന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗുജറാത്ത് ടൈറ്റൻസ് 2ാം സ്ഥാനത്ത് നിന്നും 3ാം സ്ഥാനത്തേക്ക് വീണു പോവുകയും ചെയ്തു. ഈ ഒരു വിജയത്തോടുകൂടി രാജസ്ഥാൻ റോയൽസ് അവരുടെ നെറ്റ് റൺ റേറ്റും വമ്പൻ നിലയിൽ ഉയർത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.